പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 25-ാം വാക്യം. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. പ്രിയ ദൈവമക്കളെ, തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി ക്രിസ്തു മടങ്ങി വരുന്ന നാൾ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരവധി പീഡനങ്ങളെയും ഉപദ്രവങ്ങളെയും നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വളരെയധികം ഉപദേശ വഞ്ചനയും സംഭവിക്കുന്നു. പ്രിയമക്കളെ, ഈ നാളുകളിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഓരോന്നും ഇതിൻ്റെ മുന്നോടിയായിട്ടാണ്. ഹല്ലേലൂയ. നാൾ സമീപിക്കുന്നു എന്ന് തോറും ഹല്ലേലൂയ. അതുകൊണ്ട് നാം അധികമായിട്ട് നാം ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവരായിരിക്കണം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോഴുള്ള പ്രതീക്ഷ മുഴുവനും ലോക അവസാനവും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവുമാണ്. ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ന് ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ 1-ാം ലേഖനം 4:7 പറയുന്നുണ്ട്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, സഭയിലെ ഹല്ലേലൂയ വിശ്വസ്തരെ ചേർക്കുവാനുള്ള കർത്താവിൻ്റെ മടങ്ങി വരവ് ആസന്നമാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പല ലേഖനങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്, കർത്താവിൻ്റെ വരവ് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം. ഹല്ലേലൂയ. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ദൈവമക്കൾ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കണം. ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ആത്മികമായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടതും ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് കളയേണ്ടതുമാണ്. ഹല്ലേലൂയ. നാം എപ്പോഴും വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമുക്ക് പ്രകാശം തരുന്ന നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഞാൻ തന്നെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ വെളിച്ചത്തിൻ്റെ മക്കളായി നാം തീർന്നിരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെല്ലാം നമ്മിൽ നിന്ന് മറച്ച് ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്യണം. അതിലേക്ക് നാം ഇനി പോകരുത്. ഹല്ലേലൂയ. നോക്കൂ, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. നോക്ക്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൻ്റെ വരവടുത്തിരിക്കാൻ നമ്മുടെ ക്രിസ്തുവിനുള്ള സൗമ്യത എല്ലാവരും അറിയണം. നമ്മുടെ ഹല്ലേലൂയ അരകെട്ടി അതെന്താണ്? ഒരു ഒരുക്കത്തെയാ കാണിക്കുന്നത്. ഹല്ലേലൂയ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും പ്രകാശം കൊടുക്കുന്നവരായി മറ്റുള്ളവർക്ക് നമ്മൾ ഉപയോഗമായി തീരുന്ന, ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസമായി തീരണം. ഏത് സമയത്തും കർത്താവ് വരുമെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. പക്ഷേ അല്പം താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രിയ മക്കളെ, പത്രോസ് അപ്പോസ്തലൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. തൻ്റെ 2-ാം ലേഖനത്തിൽ പറയുകയാണ്, 2 പത്രോസ് 3:9, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ആരും നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്നില്ല. പ്രിയ മക്കളെ, എല്ലാവരും സുവിശേഷം കേൾക്കണം, എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ അപ്പനുള്ളത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നാം ദീർഘക്ഷമയോടിരിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നുണ്ട്, യാക്കോബ് 5:7, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുവിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. പ്രിയ മക്കളെ, നിങ്ങളും ഹല്ലേലൂയ ഇതിനു വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, നിങ്ങളും
ദീർഘക്ഷമയോടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. യേശുക്രിസ്തു ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന ന്യായാധിപതിയായും നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുന്നവനായും വരും. ഹല്ലേലൂയ. പ്രിയരെ, നാം കർത്താവിൻ്റെ വരവ്, ഹല്ലേലൂയ, നോക്ക്, അതുവരെ നമ്മളെ ദീർഘക്ഷമയോടിരിക്കണം. ദീർഘക്ഷമ എന്ന് വിചാരിച്ചാൽ എന്താണ്? ഹല്ലേലൂയ, അനീതിയും കഷ്ടതയും, ഹല്ലേലൂയ, ഉപദ്രവവും വരുമ്പോൾ അത് സഹിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്കാണ് അതിന് ഹല്ലേലൂയ ആ ഒരു കൃപയുള്ളത്? ഹല്ലേലൂയ. ഇതൊക്കെ സഹിക്കുവാൻ വേണ്ടി ഇന്ന് നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പല സംഭവങ്ങൾ ഇത് തന്നെയല്ലേ പ്രിയ മക്കളെ? കർത്താവ് തൻ്റെ വരവെങ്കിൽ, ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്ന ന്യായാധിപതി വാതിൽക്ക് നിൽക്കുകയാണ്. ഏതു നേരത്തും വാതിൽ തുറക്കുവാൻ സാധ്യതയുണ്ട്. നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്തൊക്കെയാണ് നമ്മൾ അധികമായി ചെയ്യേണ്ടത്? നോക്കൂ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. കൊലോസ്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കും, ആത്മാർത്ഥ സ്നേഹമുള്ളവരായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ 4:8 പറയുന്നുണ്ട്, അതിൽ സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. യേശുവിൻ്റെ കൽപ്പനയിലും സ്നേഹമുള്ളവരായിരിക്കണമെന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിന്റെ ദൈവമായ കർത്താവിനെ, ഹല്ലേലൂയ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നോക്കൂ, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അധികമായിട്ട് നാം ചില കാര്യങ്ങൾ ചെയ്യണം. ആവശ്യത്തിലായിരിക്കുന്നവർക്ക് നാം ഔദാര്യം കാണിക്കുന്നവരായിരിക്കണം. അതായത് പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ വരങ്ങളിലൂടെ മറ്റുള്ളവരെ നാം സഹായിപ്പാൻ നമ്മൾ ഉത്തരവാദിത്വം കാണിക്കുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, അടുത്തതായിട്ട് എന്താണ്? ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ സേവിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നാൾ സമീപിക്കുന്നു തോറും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. നോക്കൂ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥതയുള്ളവരായി മറ്റുള്ളവർക്ക് നമ്മൾ ആവശ്യത്തിലിരിക്കുന്നവരെ ഔദാര്യം കാണിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ക്രിസ്തുവിനോട് ഹല്ലേലൂയ നമ്മൾ ആയിരിക്കണം. പ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥനയ്ക്കാണ് മറുപടി ഉള്ളത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവുമാകട്ടെ. ഹല്ലേലൂയ. എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും പരിശോധനകളിൽ ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ നിലനിൽക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1 ലേഖനം 4:12 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി, ആരാധിക്കുന്നവരായി, ഹല്ലേലൂയ, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരണം. അവിടെയാണ് ദൈവ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേർന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ നിത്യതയ്ക്ക്, ഹല്ലേലൂയ, അവകാശികളായി തീരാൻ സാധിക്കും. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ നിത്യത നഷ്ടമാക്കാതെ കർത്താവിന്റെ വരവെങ്കിൽ അവിടെ കാണുവാൻ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോയിരിക്കുന്ന അപ്പൻ, ഹല്ലേലൂയ, ഒരുക്കിയിട്ട് വരുമ്പോൾ നമുക്ക് അപ്പനോട് ഒത്തൊരുമിച്ചായി തീരുവാൻ ഇടയായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എന്നോട്, ഹല്ലേലൂയ, സംസാരിക്കണം. അപ്പ, എന്നെ ഓഹരിക്കാരാക്കണമേ, എൻ്റെ അപ്പന്റെ സന്നിധി എന്നെ നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ ഹല്ലേലൂയ, കർത്താവ്
കർത്താവിനോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം ഹല്ലേലൂയ അങ്ങയുടെ നാൾ സമീപിച്ചിരിക്കും തോറും ഹല്ലേലൂയ എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ, അപ്പനോട് വാസം ചെയ്യുവാൻ, ഒത്തു നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണേ. ഒരുക്കത്തോടായി തീരുവാൻ ഇടയാകണം. ദിവസങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം കർത്താവേ. അപ്പൻ്റെ കരങ്ങളിൽ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവിക അനുഗ്രഹത്താൽ ഓരോ മക്കളുമായി തീരുവാൻ സഹായിക്കണമേ കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അപ്പച്ചൻ ഓരോ മക്കളുടെ മേലും ദൈവിക അനുഗ്രഹങ്ങൾ പകർന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.